നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി മെട്രോയ്ക്ക് ഇന്ന് 7 വയസ്സാണ്. 90,000-ന് മുകളിൽ ആളുകളാണ് പ്രതിദിനം മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. 14 ദിവസത്തിനുള്ളിൽ മെട്രോ സേവനം ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം 1 ലക്ഷം കടക്കുമെന്നാണ് KMRSL പ്രതീക്ഷിക്കുന്നത്. 10 കോടിയിലധികം ആളുകൾ ഇതുവരെ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് KMRL റിപ്പോർട്ടിൽ പറയുന്നത്. 3.11 കോടി ആളുകളാണ് 2023 മാത്രം മെട്രോ ഉപയോഗപ്പെടുത്തിയത്. 2017 ജൂൺ 17-നാണ് ആലുവ മുതൽ മെട്രോ സർവീസ് ആരംഭിച്ചത്. വിവിധ ഘട്ടങ്ങളിലായി മെട്രോ സർവീസ് തൃപ്പൂണിത്തുറയിലേക്ക് ദീർഘിപ്പിച്ചു. ആലുവ മുതൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ വരെ 28.4 കിലോമീറ്റർ പാതയും 25 സ്റ്റേഷനുകളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഫ്ലാഗ് ഓഫ് ചെയ്തത്. 7ാം പിറന്നാൾ ആഘോഷത്തോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ട പാതയുടെ നിർമ്മാണ കരാറും നൽകാനുള്ള ഒരുക്കത്തിലാണ് KMRL. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് കുറഞ്ഞ തുക ക്വാഡ് ചെയ്തിട്ടുള്ളത്. നിർമ്മാണ കരാർ കൈമാറിയാൽ ജൂലൈയിൽ ടെസ്റ്റ് പൈലുകളുടെ കുഴിക്കൽ തുടങ്ങും. നിർമ്മാണം ആരംഭിച്ചാൽ 18 മാസത്തിനുള്ളിൽ 11.2 കിലോമീറ്റർ പീക്ക് ലൈൻ പൂർത്തിയാക്കാനാണ് KMRL ലക്ഷ്യമിടുന്നത്. നിർമ്മാണം ആരംഭിച്ചാൽ 18 മാസത്തിനുള്ളിൽ 11.2 കിലോമീറ്റർ പിങ്ക് ലൈൻ പൂർത്തിയാക്കാനാണ് KMRL ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പിങ്ക് ലൈനിലെ 11 സ്റ്റേഷനുകളിൽ സ്റ്റേഡിയം ഒഴികെ 10 എണ്ണമാണ് നിർമ്മിക്കേണ്ടത്. സ്റ്റേഷന്റെ സ്ഥലമെടുപ്പ് ജോലികൾ പൂർത്തിയായി. ബീജിംഗ് ആസ്ഥാനമായ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനുള്ള നടപടികളും പൂർത്തിയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള 2ാം ഘട്ട മെട്രോയുടെ നിർമ്മാണ ചെലവ് 1957.05 കോടി രൂപയാണ്. മുന്നൊരുക്കങ്ങൾക്കായി 356.21 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്.